അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മൾ റമദാന്റെ രണ്ടാമത്തെ 10 കഴിഞ്ഞു. ഇനി അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. അവസാനത്തെ 10നെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരമുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പത്നികൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് അദ്ദേഹം അവസാനത്തെ 10ന് വേണ്ടി ഒരുങ്ങുമായിരുന്നു. പ്രവാചകൻ അവസാനത്തെ 10ലെ രാത്രികളെ ഹയാത്താക്കുമായിരുന്നു. നിസ്കാരം കൊണ്ടും തസ്ബീഹുകൾ കൊണ്ടും ദുആ കൊണ്ടും എല്ലാം ഹയാത്താക്കുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തൻ്റെ കുടുംബത്തെയും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പല ആളുകളും, നമ്മിൽപ്പെട്ട പല ആളുകളും അവസാനത്തെ 10ൽ ദുആകളും ദിക്റുകളുമായി ഇഅ്തികാഫും മറ്റുമായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. പക്ഷെ തങ്ങളുടെ കുടുംബത്തെ അതിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരാൻ മടി കാണിക്കുന്നവരായിരിക്കും. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ 10ൽ പ്രത്യേകം ദുആ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ അവസാനത്തെ 10ൽ ദുആ ചെയ്യുമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.